ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അച്ചമ്മയെ നാട്ടിലോട്ട് ബസ് കയറ്റി വിട്ടതിന് ശേഷം സച്ചി കലിതുള്ളി ചന്ദ്രോദയത്തിലോട്ട് വരുവാണ്. ഗേറ്റൊക്കെ തള്ളി തുറന്ന് അകത്തോട്ട് കയറുമ്പോഴേക്കും ശ്രുതിയും കൂടി ഷോപ്പിലോട്ട് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങുമായിരിക്കുവേ. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, നിങ്ങളിത് എങ്ങോട്ടാ? അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇതെന്താ ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് നിനക്ക് അറിയാൻ പാടില്ലേ? രാവിലെ കുളിച്ചില്ലെങ്കിൽ ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? ഞങ്ങളുടെ ഷോപ്പിലോട്ട് പോകുന്നു. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ പോവണ്ട, അവിടെ നിന്നേന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, ഞങ്ങൾക്ക് സമയത്തിന് കട തുറക്കേണ്ടതാ, സച്ചി അങ്ങോട്ട് മാറിക്കെന്ന് പറയുമ്പോഴേക്കും സച്ചി എന്ത് ചെയ്യുന്നു വെച്ചാൽ ദേഷ്യത്തിൽ പോയി കതക് മെയിൻ ഡോർ ലോക്ക് ചെയ്യുവാണേ. അപ്പോഴേക്കും ശ്രുതിക്കും ദേഷ്യം വരുന്നുണ്ട്, ഈ സച്ചി എന്താ ഈ കാണിക്കുന്നത്? അപ്പോൾ സച്ചി പറയും, നിക്ക് കാണിക്കുന്നില്ല, കാണിക്കാൻ പോകുന്നേ ഉള്ളൂ, എല്ലാവരും ഇങ്ങോട്ടേക്ക് വറ്റേ, ചില കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചി എല്ലാവരെയും ഹോളിലോട്ട് വിളിക്കുവാണേ. അച്ഛനെയും അമ്മേനെയും വർഷനെയും ശ്രീകാന്തിനെയും രേവതിനെയും എല്ലാവരെയും വിളിച്ച് നിർത്തുന്നുണ്ട്. അപ്പോഴേക്ക് രവീന്ദ്രൻ ചോദിക്കും, എന്താടാ സച്ചി, എന്താ നീ വാതിലൊക്കെ ലോക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, അച്ഛാ എനിക്കൊരു കാര്യത്തിൽ സത്യാവസ്ഥ അറിയണം, അത് കഴിഞ്ഞിട്ടേ ഞാൻ ഈ വാതിലിൻ്റെ ലോക്ക് തുറക്കുള്ളൂ, അതുവരെ ആരും ഇന്ന് പുറത്തോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, എന്താ കാര്യം? അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എന്ത് കാര്യം? ഇവൻ ഇങ്ങനെ വെറുതെ എല്ലാവരുടെയും സമയം കളയണം, അത് തന്നെ പണി. മക്കളെ നിങ്ങൾ പണിക്ക് പോകാൻ നോക്കിക്കേന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, ഞാൻ പറയണത് കേട്ടോ, എനിക്ക് എൻ്റെ ഒരു കാര്യത്തിൽ സത്യാവസ്ഥ അറിയണം, എല്ലാവരും ഇങ്ങോട്ട് വന്നേന്ന് പറയുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും, നിക്ക് ചന്ദ്രേ, നമുക്ക് നോക്കാം, അവൻ എന്തോ കാര്യമായിട്ട് പറയാനുണ്ട്, അതല്ലേ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, വാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഹോളിൽ ഇരിക്കുവാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി പോയി നീ എടുത്തോണ്ടും വാന്ന് പറയുവാണ്. അപ്പോഴേക്കും ശ്രുതിക്കും ചന്ദ്രക്കും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അവരുടെ മുഖമൊക്കെ വിളറി വെളുക്കാൻ തുടങ്ങി. രേവതി മുറിയിൽ പോയി രേവതിയുടെ ആഭരണത്തിൻ്റെ ബോക്സ് എടുത്തോണ്ടും വരുവാണ്. എന്നിട്ട് സച്ചി അതൊക്കെ മേടിച്ചിട്ട് ടേബിളിൽ ഇടുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താടാ ഇത്? അപ്പോൾ സച്ചി പറയും, ഇത് സ്വർണം. അച്ഛൻ ചോദിച്ചപ്പോഴേക്കും അമ്മ എടുത്തു തന്നില്ലേ രേവതിയുടെ ആഭരണങ്ങൾ, ആ ആഭരണങ്ങളാണ് ഈ ഇരിക്കുന്നതെന്ന് പറയുവാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും, അതെന്തിനാ സച്ചിയേട്ടൻ ഇങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അച്ഛാ ഞാൻ ഈ ആഭരണം എനിക്ക് വേണ്ടിയോ എനിക്ക് അണിഞ്ഞു നടക്കാനോ ഒന്നിനും വേണ്ടിയല്ല ചോദിച്ചത്, അച്ഛമ്മയുടെ പിറന്നാളല്ലേ വരുന്നത്, ഇത് കൊടുത്തിട്ട് അച്ഛമ്മയ്ക്ക് ഒരു മാല മേടിക്കണം എന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചതെന്ന് പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് അപ്പോഴേ തോന്നി നിങ്ങൾ അങ്ങനെ വല്ല കാര്യത്തിനായിരിക്കും ഇത് തിരിച്ചു ചോദിക്കുന്നതെന്ന്. അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് രേവതി ചേച്ചിയൊന്നും അച്ചമ്മക്ക് മാല മേടിച്ച് കൊടുത്തില്ലല്ലോ? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതാണ് വിഷയം, ഞങ്ങൾ മാല മേടിക്കാൻ വേണ്ടി ഈ ആഭരണങ്ങളൊക്കെ എടുത്തിട്ട് ജ്വല്ലറി ഷോപ്പിൽ പോയി മാലയൊക്കെ സെലക്ട് ചെയ്തു, അത് കഴിഞ്ഞ് ഈ മാല അവരുടെ കൊടുത്തപ്പോഴേക്കും അവർ ഞങ്ങൾക്ക് മറ്റേ മാല തിരിച്ചു തന്നില്ല, പകരം പോലീസിനെ വിളിച്ചു. അപ്പോൾ രവീന്ദ്രൻ പറയും, പോലീസിനെ വിളിച്ചോ? അതെന്തിന്? പിന്നെ കവറിങ് ആഭരണങ്ങൾ കൊണ്ടുപോയി ജ്വല്ലറിയിൽ കൊണ്ടുപോയാൽ അവർ പോലീസിനല്ലാതെ വേറെ ആരെ വിളിക്കാനാ? അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, കവറിങ് ആഭരണങ്ങളോ? അച്ഛാ ഇതൊക്കെ കവറിങ് ആഭരണങ്ങളാണ്. അപ്പോൾ രവീന്ദ്രൻ അതൊക്കെ കയ്യിലെടുത്ത് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. നിങ്ങൾ നല്ലോണം നോക്കിയോ? അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞങ്ങൾക്കും ഭയങ്കര സംശയമായിരുന്നു, സച്ചിയേട്ടൻ അവിടെ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കി, സ്വർണം ഉരച്ചു വരെ നോക്കി, അപ്പോഴാണ് ഞങ്ങൾക്കും അത് ബോധ്യമായെന്നൊക്കെ പറയുവാണേ. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് നിങ്ങളെന്താ ആ കാര്യം അപ്പം തന്നെ പറയാത്തെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും, ഞാനാണ് അച്ഛാ പറഞ്ഞത്, അച്ഛമ്മയുടെ പിറന്നാൾ നല്ല സന്തോഷത്തിൽ തന്നെ ആഘോഷിക്കണം എന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഈ പ്രശ്നം അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അതൊരു വിഷമം ആവുകയും അച്ഛമ്മയ്ക്കും അത് ഭയങ്കര സങ്കടവും, അങ്ങനെ അച്ഛമ്മയുടെ 80ാം പിറന്നാൾ ഒരു സങ്കടത്തിൽ തീരണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി, സന്തോഷത്തോടെ തന്നെ അവസാനിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇതിനൊരു തീരുമാനം എടുക്കാമെന്ന് ഓർത്തിട്ടാണ് സച്ചിയേട്ടൻ ഒന്നും ചോദിക്കാതിരുന്നതെന്ന് രേവതി പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, അച്ഛൻ പറഞ്ഞിട്ടില്ലേ എന്നോട് സമാധാനത്തിൽ എല്ലാ പ്രശ്നങ്ങളും എല്ലാവരുടെ മുമ്പിലും അവതരിപ്പിച്ചിട്ട് തീരുമാനം ഉണ്ടാക്കണമെന്ന്, 2 ദിവസം ഞാൻ ഈ കാര്യത്തെപ്പറ്റി സംസാരിച്ചിട്ടില്ല, നല്ല സമാധാനത്തോടെയാണ് ഇരുന്നത്, ഇപ്പതേ ഞാൻ അച്ഛന് മുമ്പിൽ കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്, എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിയണം, കല്യാണത്തിന് ഇവൾ അണിഞ്ഞുകൊണ്ട് വന്ന സ്വർണ്ണാഭരണങ്ങൾ എങ്ങനെ കവറിങ് ആഭരണങ്ങളായി മാറിയെന്ന് പറയുവാണേ. അപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ ചന്ദ്രയെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, അച്ഛൻ തന്നെ ചോദിക്കച്ച, ഈ ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നത് അമ്മയാ, അച്ഛൻ തന്നെ അമ്മയോട് ചോദിച്ചതിൻ്റെ സത്യാവസ്ഥ എനിക്ക് തുറന്നു കാണിച്ചു തരണം എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ എന്താ ഇതൊക്കെ എങ്ങനെ കവറിങ് ആയി എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട് ഒന്നും അറിയാത്ത പോലെ. ശ്രുതിയുടെ മുഖം അപ്പോഴും ഇങ്ങനെ വിളറി വെളുത്ത് ടെൻഷൻ അടിച്ചിരിക്കുവാണ്. പക്ഷെ ചന്ദ്ര കുറച്ച് കൂളായി. ചന്ദ്ര ഒന്നും അറിയാത്ത പോലെ പറയുവാണ്, കവറിങ് ആഭരണങ്ങളോ? അപ്പോൾ ഇതൊക്കെ കവറിങ് ആഭരണങ്ങളായിരുന്നോ? അതാണ് ഞാനും ഓർത്തത്, ഇവൾ എന്ത് ധൈര്യത്തിലാണ് എൻ്റെ മുമ്പിൽ സ്വർണ്ണങ്ങളെ ഊരി വെച്ചിട്ടും പോയതെന്ന്. കവറിങ് ആഭരണങ്ങളാണോ ഇവൾ ഇത്രയും നാളെ എൻ്റെ മുമ്പിൽ ഊരി വെച്ചിട്ട് വലിയ ശബദമൊക്കെ എടുത്തോണ്ടും പോയത്? എന്നിട്ടിപ്പോൾ ആ കാര്യം എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? കല്യാണത്തിന് ഇട്ട് വന്നത് തന്നെ കവറിങ് ആഭരണങ്ങളായിരിക്കും, എന്നിട്ടിപ്പോൾ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു ചോദിക്കുന്നു.
പറയുന്നു. നീ തന്ന ആഭരണങ്ങൾ ഞാൻ അതുപോലെ തന്നെ അലമാരയിൽ എടുത്തു വെച്ചു. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചപ്പോൾ അതുപോലെ തന്നെ എടുത്തു കൊണ്ടുവന്ന് മുമ്പിലും വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ആ കുറ്റങ്ങളൊക്കെ എൻ്റെ തലയിൽ ചുമത്താൻ നോക്കുവാണോ? എനിക്കൊന്നും അറിയത്തില്ല ഇതെങ്ങനെ കവറിങ് ആയെന്ന് ചന്ദ്ര പറയുവാണേ. അപ്പോൾ രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, കല്യാണത്തിന് എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് അധ്വാനിച്ച പൈസക്കാണ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് പോലും എന്നെ അത്യാവശ്യം സ്വർണ്ണമൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് എന്നെ കെട്ടിച്ചത്. അമ്മ അധ്വാനിച്ചുണ്ടാക്കിയ കാശും കൊണ്ടുള്ള സ്വർണം മേടിച്ചിട്ടാണ് എന്നെ കെട്ടിച്ചത്. അത് കവറിങ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല എന്ന് രേവതി പറയുവാണേ. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ആ ഇവളിടക്കിടക്ക് വീട്ടിൽ പോയി വരാറുണ്ടല്ലോ, ഇവളെന്തെങ്കിലും ആവശ്യത്തിന് അവിടെ വീട്ടുകാർക്ക് എന്തെങ്കിലും ആവശ്യം വന്നപ്പോൾ ഊരി കൊടുത്തിട്ടുണ്ടാവും, പകരം അവർ കവറിങ് ആഭരണങ്ങൾ തിരിച്ചു തന്നിട്ടുണ്ടാവും. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? രേവതി ചേച്ചിക്ക് ഇത് കവറിങ് ആഭരണങ്ങൾ അറിയാവുന്നുണ്ടെങ്കിൽ ഇതും കൊണ്ട് സ്വർണ്ണ ജ്വല്ലറിയിൽ പോകുമോ സ്വർണം മേടിക്കാൻ വേണ്ടിയിട്ട്? അപ്പോൾ വർഷയും അത് പറയുന്നുണ്ട്, ആ അത് ശരിയാണല്ലോ, രേവതി ചേച്ചിക്ക് അറിയാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കവറിങ് ആഭരണം കൊണ്ട് അവർ പോകില്ല അമ്മേ ജ്വല്ലറിയിലോട്ടെന്നാണ് വർഷയും പറയുന്നത്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ചിലപ്പോൾ ഈ രേവതി സച്ചിയെ പേടിച്ചിട്ട് പറയാത്തതായിരിക്കും എന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരും. ശ്രുതി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുതെന്ന് പറയുവാണേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, സച്ചിക്ക് കാറ് മേടിച്ചൊക്കെ കൊടുത്തല്ലോ, അപ്പോഴേ എനിക്ക് സംശയം തോന്നി, ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടൊക്കെ ആയിരിക്കും കാറ് മേടിച്ചതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഓ ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കണോ? എൻ്റെ ഭാര്യ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസക്കാണ് എനിക്ക് കാറ് മേടിച്ചു തന്നത്, അവൾക്കിങ്ങനെ സ്വർണ്ണാഭരണങ്ങളെ വിൽക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല എന്ന് പറയുവാണ്. അതേസമയം ഇവിടെ പൈസ അടിച്ചു മാറ്റുന്നവർ, പൈസയും കൊണ്ട് ഓടിപ്പോകുന്നവർ എല്ലാവരും ഉണ്ട്, അവരെയാണ് പേടിക്കേണ്ടതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇപ്പം എന്തിനാ നിങ്ങൾ ആവശ്യമില്ലാതെ എൻ്റെ വിഷയം ഇതിലോട്ട് എടുത്തിരിക്കുന്നത്? ഇനി കുറ്റം മൊത്തം എൻ്റെ തലയിൽ കെട്ടിവെക്കാനാണോ? എനിക്ക് ഷോപ്പ് തുറക്കാനുള്ള സമയമായി, ഞാൻ പോവാം, വാ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെയും കൂട്ടി പോകാൻ പോകുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാതെ ആരും ഇവിടെ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഡോറിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുവാണേ. അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ശ്രുതി അവിടെ നിന്ന് നിൽക്ക്, ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കണ്ടേന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എന്ത് പരിഹാരം? ഇവള് തന്നപ്പോഴേ അത് കവറിങ് ആഭരണങ്ങൾ തന്നെയായിരുന്നു, ഇനി അതിൽ കൂടുതൽ എന്ത് സത്യാവസ്ഥയാണ് നിങ്ങൾ അന്വേഷിച്ചറിയാൻ പോകുന്നത്? അവളോട് തന്നെ ചോദിക്കുകയോ ഇതെങ്ങനെ കവറിങ് ആയി എന്ന് പറയുവാണേ ചന്ദ്ര. അപ്പോൾ രേവതിക്ക് സങ്കടവും ദേഷ്യവും എല്ലാം കൂടി വരുവാണ്. രേവതി പറയുന്നുണ്ട്, അമ്മേ ഞങ്ങൾ പാവങ്ങളാ, പക്ഷേ എൻ്റെ വീട്ടിലെ ആർക്കും ഇങ്ങനെ എൻ്റെ സ്വർണം വെച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, ശരി അമ്മ എടുത്തിട്ടില്ല, പക്ഷേ പൈസയൊക്കെ അടിച്ചു മാറ്റുന്ന ഒരു കള്ളനുണ്ടല്ലോ നിങ്ങളുടെ വീട്ടിൽ, അവനും വേണമെങ്കിൽ എടുക്കാമല്ലോ എന്നൊക്കെ പറയുവാണേ. ശരത്തിനെയാണ് ചന്ദ്ര ഉദ്ദേശിച്ചത്. അപ്പോഴേക്കും രേവതി ഒന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ശ്രുതിക്ക് സമാധാനമാവുന്നുണ്ട്, കാരണം ചന്ദ്ര എങ്ങനെയെങ്കിലും ഈ വിഷയത്തിൽ നിന്നും തന്നെ രക്ഷിക്കുമെന്ന് ശ്രുതിക്ക് ഉറപ്പായി. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രേ നീ ആവശ്യമില്ലാതെ ഇനി എല്ലാ കുറ്റങ്ങളും ആ ശരത്തിൻ്റെ തലയിൽ കൊണ്ടിടല്ലേ, അവൻ ചെറിയ പയ്യനാ, അവൻ പഠിക്കുന്ന പയ്യന്, ഇപ്പം അവന് ഒരു പ്രാവശ്യം അബദ്ധം പറ്റിയെന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും അവനെ പിടിച്ച് കള്ളനാക്കല്ലേ ചന്ദ്രേ, അവനിപ്പോൾ അത്യാവശ്യം ഒരു ജോലിക്ക് പോകുന്നുണ്ട്, നല്ലോണം പഠിക്കുന്നുണ്ട്, വെറുതെ അവൻ്റെ തലയിൽ നീ കുറ്റങ്ങളൊന്നും കെട്ടിവെക്കണ്ടെന്ന് രവീന്ദ്രൻ ചൂടായി തന്നെ പറയുവാണേ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഇവള് ചെയ്ത ഓരോ കുറ്റങ്ങൾ ഇവിടെയുള്ള ബാക്കിയുള്ളവർ തലയിൽ കെട്ടിവെക്കാൻ നോക്കുവാന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അമ്മേ ഞാൻ വീണ്ടും പറയുവാ, ഞങ്ങൾ അങ്ങനത്തെ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ വീട്ടിലുള്ളവരാരും ചെയ്യുകയില്ല എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നിൻ്റെ വീട്ടിലെ ആരും ചെയ്യില്ലെങ്കിൽ ഈ വീട്ടിലെ ഞാൻ ചെയ്തു എന്നാണോ നീ പറയുന്നത്? നിങ്ങൾ ഓരോന്നൊക്കെ ചെയ്തിട്ട് ഇനി ആ കുറ്റങ്ങളൊക്കെ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടാണോ ഭാര്യയും ഭർത്താവും കൂടി രാവിലെ തന്നെ ഇങ്ങനെ വന്ന് ഡ്രാമ കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഒച്ചെടുക്കുവാണേ. രണ്ടുപേരും കൂടി ഇപ്പോൾ എന്നെ കളിയാക്കാൻ വരുവാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഞാൻ ആരെയും കളിയാക്കുകയല്ല അച്ഛാ, എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിയണം എന്ന് പറയുവാണ്. അപ്പോൾ ചന്ദ്ര വീണ്ടും പറയുന്നുണ്ട്, സത്യാവസ്ഥ അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് എന്ത് കാര്യം? നീ നിൻ്റെ ഭാര്യനോട് തന്നെ ചോദിക്കുക, അവളാ ഇടക്കിടക്ക് വീട്ടിൽ പോയി വരുന്നത്, അവളോട് ചോദിച്ചാൽ നിനക്കതിൻ്റെ സത്യാവസ്ഥ അറിയാൻ പറ്റുമെന്ന് പറയുമ്പോൾ രേവതി വീണ്ടും ദേഷ്യപ്പെട്ട് തന്നെ പറയുന്നുണ്ട്, അമ്മേ എൻ്റെ അമ്മക്ക് വയ്യ, എന്നാലും എൻ്റെ അമ്മ വയ്യായിക പോലും മറന്ന് പൂ കെട്ടി നല്ല കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്, മറ്റുള്ളവരുടെ സ്വർണം കണ്ട് ജീവിക്കേണ്ട ഗതികേടൊന്നും എൻ്റെ അമ്മയ്ക്കില്ല എന്ന് രേവതി പറയുവാണേ. നീ വെറുതെ വിഷമിക്കല്ലേ രേവതി, അമ്മ ഇപ്പോൾ ആ സംഭവം നമ്മളിലേക്ക് തന്നെ വഴിതിരിച്ച് വിടുവാൻ വേണ്ടി നോക്കുവാന്ന് സച്ചി പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു വിടുവൊന്നുമല്ല, ആ സത്യാവസ്ഥ അറിയണമെങ്കിൽ ഇവളുടെ വീട്ടുകാരോട് തന്നെ നീ പോയി ചോദിക്കണം എന്ന് പറയുവാണേ. അവിടെ നിന്നാണ് ഇത് കവറിങ്ങായി മാറിയെന്ന് ചന്ദ്ര പറയുവാണേ. അപ്പോഴേക്കും രവീന്ദ്രൻ പറയും, നീ ഒന്ന് നിർത്തുന്നുണ്ടോ ചന്ദ്രേ? ഇതിൽ അവരുടെ ആഭരണങ്ങൾ മാത്രമല്ല, എൻ്റെ അമ്മ രേവതിക്ക് കൊടുത്ത ആഭരണങ്ങളും ഇതിലുണ്ട്, അതും എങ്ങനെ കവറിങ് ആയി എന്ന് ചോദിക്കുവാണേ. അപ്പോഴേക്കും
അപ്പോഴേക്കും ചന്ദ്ര ഒന്ന് പരുങ്ങുന്നുണ്ടേ. എന്നിട്ട് പറയുന്നുണ്ട് ചിലപ്പോൾ അമ്മ ഇട്ടതും കവറിങ് ആഭരണങ്ങളായിരിക്കും എന്ന് പറയുവാണേ. അപ്പോഴേക്കും രവീന്ദ്രന് ദേഷ്യം വരും. ചന്ദ്രേ, നീ എന്താ ഈ പറയുന്നത്? നീ ഈ പറയുന്നത് എൻ്റെ അമ്മ കേട്ടാരുണ്ടല്ലോ, പിന്നെ പറയാൻ നിനക്ക് ആ നാക്കുണ്ടാവില്ലായിരുന്നു. എൻ്റെ അമ്മ നാട്ടിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് രേവതിക്ക് മേടിച്ചു കൊടുത്ത സ്വർണ്ണാഭരണം അതെങ്ങനെ കവറിങ് ആയിന്നാ ചന്ദ്രേ നീ പറയുന്നേ? നാക്കുണ്ടെന്ന് വിചാരിച്ച് എന്തും പറയാമെന്ന് വിചാരിക്കരുത് ചന്ദ്രേ. എൻ്റെ അമ്മ പ്രായമായതാ, എന്നിട്ടും നാട്ടിൽ അമ്മ കഷ്ടപ്പെടുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. ഇനി എൻ്റെ അമ്മയെ പറ്റി നീ ആവശ്യമില്ലാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനുഷ്യനായിട്ടായിരിക്കില്ല ഇരിക്കുന്നതെന്നൊക്കെ രവീന്ദ്രൻ ഒച്ചെടുക്കുവാണേ. അപ്പോഴേക്കും ചന്ദ്ര പറയും, അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല, അമ്മ സ്വർണം പണിയാൻ ഏൽപ്പിച്ച ആൾ വേണമെങ്കിൽ എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടാവുമല്ലോ, അവർ സ്വർണ്ണമാണെന്ന് പറഞ്ഞു കൊടുത്ത് അമ്മയെ പറ്റിച്ചതായിരിക്കും. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ആൻറ്റി എന്താ ഒരു ലോജിക്കില്ലാത്ത വർത്താനമൊക്കെ പറയുന്നത്? രേവതി ചേച്ചിയുടെ ആഭരണങ്ങളും കവറിങ് ആയി, ഇപ്പോൾ അച്ചാമ്മ തന്ന ആഭരണങ്ങളും കവറിങ് ആക്കി പറ്റിച്ചതാണെന്ന്. ഇതെന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആഭരണങ്ങൾ ഇവിടെ നിന്നാ മാറിയെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറയുവാണേ വർഷ. അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, അതെനിക്കും ഉറപ്പാ അങ്കിൾ, നമുക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്താലോ എന്നൊക്കെ ചോദിക്കുവാണേ. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, പോലീസിലോ കംപ്ലൈൻറ്റോ എന്തിനെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കും, അതിനെന്തിനാ സുധിച്ചേട്ടൻ ഇങ്ങനെ ടെൻഷൻ ആവുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, അല്ല നമ്മുടെ വീട്ടിലെ വിഷയം കംപ്ലൈൻ്റൊക്കെ കൊടുത്ത് നാട്ടുകാർ മൊത്തം അറിയില്ലേ, അത് നമുക്ക് നാണക്കേടല്ലേ എന്ന് ശ്രുതി അപ്പോഴേക്കും പറയുവേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, കംപ്ലൈൻ്റ് ഒന്നും കൊടുക്കണ്ടച്ചാ, ഈ വിഷയം എങ്ങനെ പരിഹരിക്കണമെന്ന് എനിക്കറിയാം. ഇത് ചെയ്തവരെ ഞാൻ തന്നെ തെളിവ് സഹിതം പൊക്കിക്കൊണ്ട് പുറത്തോട്ട് കൊണ്ടുവരും. വെറുതെ നാട്ടുകാർക്ക് ചിരിക്കാൻ വേണ്ടി ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കണ്ട, കംപ്ലൈൻ്റ് ഒന്നും കൊടുക്കണ്ട എന്ന് സച്ചിയും പറയുവാണേ. സച്ചി എന്തായാലും ഇതിൻ്റെ പിറകിൽ ആരാണെന്ന് എന്തായാലും കണ്ടുപിടിക്കുന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെ നടക്കുവാണ്. ഏതായാലും തൽക്കാലത്തേക്ക് ചന്ദ്രയും സുധിയും രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സച്ചി ഇതിൻ്റെ പുറകെ തന്നെ നടക്കുവാണ്. ഇനി വിടാനുള്ള ഉദ്ദേശമൊന്നുമില്ല. ചന്ദ്രക്കും സുധിക്കും നല്ല ടെൻഷനുണ്ട്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.